മിരാജ്. ചിത്തു ജോസഫ്. ഇപ്പൊ കാണിച്ച ചെറിയൊരു അഭിനയമാണെങ്കിലും പക്ഷെ ശരിക്കും ഇങ്ങനത്തെ സിനിമ വരുന്നെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ റിയാക്ഷൻ ഇങ്ങനെ തന്നെയായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാനാണെങ്കിൽ ദൃശ്യത്തിൻ്റെയും മെമ്മറീസിൻ്റെയും കട്ട ആരാധകനാണ്. അപ്പോൾ ആ ഒരു അതുപോലത്തെ ഒരു ത്രില്ലർ അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തിൻ്റെ സിനിമ കാണാൻ ഭയങ്കര ആകാംക്ഷയിലാണ്. കണ്ട ശേഷം ഞാൻ പറയാം. പടം കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. സംഭവം എന്ന് പറഞ്ഞാൽ ഇതൊരു ജിത്തു ജോസഫ് ത്രില്ലർ മൂവി തന്നെയാണ്. ത്രില്ലറോടെ തന്നെ നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ കഴിയുന്നുണ്ട്. ബോറൊന്നും അടിക്കാതെ ഓരോ സംഭവങ്ങളും ട്വിസ്റ്റുകളുടെ സംസ്ഥാന സമ്മേളനം എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ചില ട്വിസ്റ്റുകൾ നമുക്ക് ഇത് നമ്മൾ പ്രതീക്ഷിച്ചാൽ തന്നെ ആയിരിക്കും, പക്ഷെ അത് അങ്ങനെ അല്ലാത്ത ട്വിസ്റ്റുകളും ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് വാവ് ഫാക്ടർ നൽകിയത് ക്ലൈമാക്സിലെ ട്വിസ്റ്റ് തന്നെയാണ്. ക്ലൈമാക്സ് കഴിഞ്ഞപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എല്ലാവർക്കും തിയേറ്ററിൽ നിന്ന് എല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു. കാരണം ഹൗസ്ഫുള്ളായ തിയേറ്ററിൽ എല്ലാവരും തന്നെ കയ്യടിയോടെ തന്നെയാണ് തിയേറ്ററിൽ നിന്ന് പടം കണ്ട് ഇറങ്ങിയത്. അപ്പോൾ പടം എല്ലാവരുടെ പെർഫോമൻസും, ആസിഫലിയുടെ പെർഫോമൻസ് ആണെങ്കിൽ അപർണ ബാലമുരളി അങ്ങനെ തുടങ്ങിയ എല്ലാവരുടെ പെർഫോമൻസും നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് മെമ്മറീസ്, ദൃശ്യം, അങ്ങനെ പുള്ളിയുടെ തന്നെ ആ വർക്കുകളുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പോകരുത്. കാര്യം അതൊക്കെ വേറെ ലെവല്. അപ്പോൾ ഇത് വേറൊരു മൂവി എന്ന രീതിയിൽ കാണുക. കാര്യം ആ രീതിയിലുള്ള ത്രില്ലറോ ആണോ, ആ രീതിയിലുള്ള ടെസ്റ്റുകൾ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. നിങ്ങളൊരു പുതിയ മൂവി കാണുന്ന രീതിയിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഒരു എബോ ആവറേജ് മൂവി ആയിട്ട് തന്നെ എനിക്ക് തോന്നി. എനിക്ക് അങ്ങനെ ബോറടിക്കുകയോ ഒന്നും ചെയ്യാതെ ടെസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ആ ഒരു ത്രില്ലടിച്ച് അങ്ങനെ കണ്ടുപോകും. അപ്പോൾ നിങ്ങൾ പോയി കാണുക, കണ്ട ശേഷം അഭിപ്രായം പറയുക. ഇതെന്റെ മാത്രം അഭിപ്രായമാണ്, എല്ലാവർക്കും ഇങ്ങനെയാണോന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞുള്ളൂ. ഓക്കെ.